കഴിഞ്ഞ ദിവസം പി വി അൻവർ പറഞ്ഞ മലയോര ജില്ല വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ അതിനുവേണ്ടി ഒരു കളക്ടറേറ്റ് ഉണ്ടാവും, കുറച്ചുകൂടി ആളുകൾക്ക് സൗകര്യങ്ങൾ എത്തും. മനസ്സിലായി. ഇപ്പൊ ഈ ഫോക്കസ് കിട്ടും. ഇപ്പൊ റെയിൽവേയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ മദ്രാസിന്റെ ഭാഗമായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സദേൺ റീജിയന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ ഫോക്കസ് കിട്ടാത്തത്. അപ്പൊ അത്തരത്തിൽ ഫോക്കസ് കിട്ടുമെന്ന് പറഞ്ഞാൽ വഴിക്കടവ് പഞ്ചായത്തൊക്കെ വിഭജിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ അവിടെ 60,000-ഓളം വരുന്ന ആളുകളുണ്ട്, 40,000 39,000 സംതിങ്ങോളം വരുന്ന വോട്ടേഴ്സ് ഉണ്ട്. ഇത്തരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആ തിങ്ങിപ്പാർക്കുന്നതിന്റെ ഏതാണ്ട് 144 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. അതിൽ തന്നെ 84-ഓളം വരുന്ന കിലോമീറ്ററുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിന്റെ അടുത്താണ്. ഇതെന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് ഗൗതത്തിന് അറിയോ? ഇത് ഈ കാട്ടുപന്നികളെ ഇങ്ങനെ പന്നിക്കെണി എന്ന് പറയുന്ന ഈ സംഭവം വെച്ച് പിടിക്കുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരാരും അതിനെ എതിർക്കില്ല. എന്തുകൊണ്ടാണ് എതിർക്കാത്തത്? അവരുടെ കൃഷി നശിപ്പിക്കാൻ വരുന്ന ജീവികളാണ് കാട്ടുപന്നികൾ എന്ന് പറയുന്നത്. അപ്പൊ അത് അവര് പിടിച്ചാൽ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കാൻ പറ്റും. അപ്പൊ അതിന് പകരം ഇത് മറ്റാരെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം.